ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. രാവിലത്തെ മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റും ഗ്രേറ്റ് വെച്ചിട്ടുണ്ട്. അതും രണ്ടും കൂടെ മിക്സ് ചെയ്യണം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാലൻസ് മാവൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. നല്ല ടേസ്റ്റ് ആയിട്ടോ. രാവിലെ നമുക്കിങ്ങനെ ഉണ്ടാക്കാം, വൈകിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പച്ചമുളക് നമുക്ക് ചേർക്കാം. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, മാവിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ ബാലൻസ് ഉപ്പ് സവാളയ്ക്കൊക്കെ ചേർന്ന ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറേശ്ശെ കോരി ഒഴിക്കാം. നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റായിട്ടത്, ഒരു വെറൈറ്റി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കറിക്കായിട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ കറിക്കായിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നു കേട്ടോ. അതിന് വേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചേർത്ത് വേവിക്കാം, വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാനതിലേക്ക് നമ്മുടെ അപ്പക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തക്കാളി സവാള കൂട്ടിലേക്ക് കാശ്മീരി പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അടിപൊളി നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുവാണേ. മോനും കൊണ്ടുപോയി കൊടുക്കണം, മോനും നോക്കും. അവരുടെ റിസൾട്ട് അവർ പറയും കേട്ടോ. ഞാൻ എങ്ങനെ എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. സൂപ്പറാന്ന് പറയണ്ടേ. കുഞ്ഞുമോക്ക് അവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, മോന്. കൊച്ചും പറയുന്നുണ്ട് സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.